ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ശ്യാംസാറിൻ്റെ വീട്ടിലാണ്. അപ്പോൾ അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദർശ് നമ്മുടെ ശിവരഞ്ജനയുടെ കാര്യം എല്ലാവരോടുമായിട്ട് ഇങ്ങനെ പറയുകയാണ്. അതെ, എൻ്റെ ഓഫീസിൽ ഇന്ന് പുതിയൊരു സ്റ്റാഫ് വന്നിട്ടുണ്ട്, ഒരു പെൺകുട്ടി കേട്ടോ. അപ്പോഴേ വേണിയുടെ കിളി പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. സംസാരിച്ചപ്പോഴാണ് അറിഞ്ഞത് ആ കുട്ടി എൻ്റെ ജൂനിയറായിട്ട് എൻ്റെ അതേ കോളേജിൽ തന്നെ പഠിച്ചതാണെന്ന്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ശിവരഞ്ജിനി, രഞ്ജു എന്ന് വിളിക്കും. ഈ സമയത്ത് ദണ്ഡം മണ്ടയിൽ ഭക്ഷണം കയറി വേണി ആകെ കുളമായി. നീ ഭക്ഷണം മര്യാദയ്ക്ക് കഴിക്കും, വാരി വലിച്ച് കഴിക്കല്ലേ എന്ന് ആദർശ് പറഞ്ഞു. തൊണ്ടേ കൊടുങ്ങും. എൻ്റെ പൊന്നോ, തൊണ്ടയിലല്ലോ എൻ്റെ മനസ്സിലായിപ്പോൾ കുരുങ്ങിയിരിക്കണത്, എന്ത് ചെയ്യാനാ. അപ്പോൾ വേണി ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് അതെ, ആ കുട്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ വലിയ രസമാട്ടോ. അന്ന് കോളേജിൽ നടന്ന ഓരോ ഇൻസിഡൻറ്റും ആ കുട്ടിക്ക് നല്ല ഓർമ്മയുണ്ട്. മിമിക്രി എന്ന കാര്യം ഞാൻ തന്നെ മറന്നുപോയി, പക്ഷെ ആ കുട്ടിക്കത് ഓർമ്മയുണ്ട്. ഞാൻ ആരുടെയൊക്കെ സൗണ്ട് എടുക്കുമായിരുന്നോ, എൻ്റെ മാസ്റ്റർ പീസ് എന്തായിരുന്നു എന്നൊക്കെ രഞ്ജുവിന് കൃത്യമായിട്ട് അറിയാമെന്നേ. അതുപോലെ എൻ്റെ ഫ്രണ്ട്സ്, ഞങ്ങളുടെ ആക്ടിവിറ്റീസ്, അങ്ങനെയെല്ലാം തന്നെ അവൾക്ക് ഓർമ്മയുണ്ട് കേട്ടോ. കോളേജിൽ ആ ജൂനിയർ പെങ്കൊച്ചിനെ കുറിച്ച് പറയുമ്പോൾ മത്താപ്പിന് 100 നാവാണല്ലോ. വീണ്ടും ദുരൂഹത. അപ്പോൾ വേണേ ഇങ്ങനെ നോക്കുകയാണ്. നിൻ്റെ ടാലൻ്റൊക്കെ നിന്നെ ഓർമ്മിപ്പിക്കാൻ ഇങ്ങനൊരു കുട്ടി വരേണ്ടി വന്നല്ലോ എന്ന് നന്ദിനി അമ്മ ഇങ്ങനെ പറഞ്ഞു. നമ്മുടെ ഉള്ളിലെ സർഗവാസന നമ്മൾ ഒരിക്കലും വിട്ട് കളയാൻ പാടില്ല. എവിടെയെങ്കിലുമൊക്കെ അത് പൊടിതട്ടി എടുക്കണം. രഞ്ജുവും അത് തന്നെ അച്ഛാ പറയണത്. ഞാൻ മിമിക്രി ചെയ്തിരുന്ന കാര്യം ബാങ്കിൽ എല്ലാവരോടും തന്നെ പറഞ്ഞിരിക്കുക. ഇപ്പം ഞാൻ വലിയ മിമിക്രി ആർട്ടിസ്റ്റാണെന്നും മിമിക്രി ഒക്കെ കഴിഞ്ഞ് വലിയ സിനിമാ നടനാകും എന്നാണത്രേ രഞ്ജു കരുതിയിരുന്നത്. പക്ഷേ ഞങ്ങളുടെ ബാങ്കിൻ്റെ ആനുവൽ ഫംഗ്ഷന് എൻ്റെ മിമിക്രി ഒരു ആനുവൽ ഫംഗ്ഷൻ ഉണ്ടെന്ന് രഞ്ജു ഇപ്പം തന്നെ ബുക്ക് ചെയ്തിരിക്കുക. അപ്പോൾ അതിന് വേണി ആകെ കിളി പോയി. ഈശ്വര, ഇങ്ങളുടെ കാര്യത്തിൽ അവൾ തീരുമാനം എടുത്ത് തുടങ്ങിയല്ലോ. ആ കൊച്ചിൻ്റെ കല്യാണം കഴിഞ്ഞതാണോ എന്ന് മുത്തശ്ശി ഇങ്ങനെ ചോദിച്ചു. ഇല്ല മുത്തശ്ശി, കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. അയ്യോ, ദേ പിന്നെയും ദുരൂഹത. എൻ്റെ ഈശ്വര, അവളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അതെ, ഈ ബാങ്കുകാർക്ക് കല്യാണം കഴിഞ്ഞവരെ ജോലിക്ക് വെച്ചൂടെ? എന്താ ചെയ്യാം. കല്യാണം കഴിയാത്ത പെങ്കൊച്ചാണെങ്കിൽ നീ വലിയ അടുപ്പമൊന്നും കാണിക്കാൻ പോകണ്ട എന്ന് മുത്തശ്ശി പറഞ്ഞു. അതൊക്കെ പിന്നെ വലിയ തലവേദനയായി മാറും. അങ്ങനെ അങ്ങ് പറഞ്ഞു കൊടുക്കൻ്റെ മുത്തശ്ശി, പറഞ്ഞു കൊടുക്ക്. അമ്മേ, ഞാൻ ഒരു കാര്യം പറയട്ടെ. തുറന്ന മനസ്സോടെ ഇടപെടുന്നവരാണ് ഇപ്പോഴത്തെ കുട്ടികൾ. അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിലെ കള്ളോ കളങ്കോ ഇല്ല. നമ്മളായിട്ട് അത് ഉണ്ടാക്കാതിരുന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞേ ഉള്ളൂ, ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ എന്ന് മുത്തശ്ശി പറഞ്ഞു ഒഴിവായി. ചുമ്മാതാണോ ഇങ്ങനെ മരവാഴ പ്രൊഫസർന്ന് നാട്ടുകാരൊക്കെ വിളിക്കണത്? ഇങ്ങനെ പറഞ്ഞു കൊടുക്കണ കേട്ടില്ലേ? പിള്ളേർക്ക് ഇതൊക്കെയാണോ പഠിക്കാൻ പറഞ്ഞു കൊടുക്കുന്നത്? എന്ത് കഷ്ടമാണ്. അപ്പോൾ ആദർശിൻ്റെ ഫോണിലേക്ക് അടുത്ത മെസ്സേജ് വന്നു. അപ്പോൾ ഇതുകൊണ്ട് പോകാൻ ആദർശ് വീണ്ടും ചിരിച്ചു പടി ഇരിക്കുകയാണ്. വേണിയാണെങ്കിൽ ആകെ വല്ലാണ്ടായി. അപ്പോൾ വേണി ഫുഡ് കഴിക്കാതെ എഴുന്നേക്കാണ്. എന്താ വേണി, നീ കഴിക്കണില്ലേ? എന്താണെന്ന് അറിയില്ല നന്ദിനിയമ്മേ, എനിക്ക് ഒട്ടും രുചി തോന്നണില്ല, വയറാകെ നിറഞ്ഞേ എന്ന് പറഞ്ഞിട്ട് വേണി എഴുന്നേറ്റ് അങ്ങ് പോയി. ദേ നോക്ക്, ഞാൻ ബോക്സിങ് പ്രാക്ടീസ് ചെയ്യുന്ന ഫോട്ടോ. ഇതൊക്കെ മാഗസീനിലൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇതെങ്ങനെ രഞ്ജുവിന് കിട്ടി? അപ്പോൾ ഇതൊക്കെ കണ്ട് എല്ലാവരുടെ ആസ്വദിക്കുകയാണ്. പക്ഷേ എങ്കിൽ വേണിയുടെ മനസ്സ് മാത്രം ആകെ വല്ലാണ്ടായി പോയി കേട്ടോ. എന്ത് ചെയ്യും എന്ന് ഒരു പിടുത്തവും ഇല്ല. എൻ്റെ അടുത്ത് പോലും മത്താപ്പ് ഇത്രയും ഫ്രീ ആയിട്ട് ഇടപെട്ടിട്ടില്ല. എന്നിട്ട് ചവിട്ടിത്തുള്ളി അകത്തേക്ക് പോയി. പിന്നെ നമ്മൾ കാണുന്നത് ചാരങ്ങാട്ടി വീട്ടിലാണ്. അപ്പോൾ തന്നെ ഗൗരി ചായയൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പം ചായ കുടിച്ചിട്ടേ കുളിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ ആൾ ശങ്കറിനെ കാണുന്നില്ല. ശങ്കർ ഇതെവിടെയാ? ചായ കുടിച്ചിട്ടേ കുളിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്ത് പണിയാണ് ശങ്കർ കാണിച്ചത് എന്ന് ചോദിച്ചോ. ഞാൻ ശങ്കർ താഴേക്ക് പോവാട്ടോ, ചായ എവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ചായ അവിടെ വെച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ ശങ്കർ വേഗം തന്നെ എന്ത് ചെയ്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇരുന്ന ഒരു ബക്കറ്റും വെള്ളവും കൂടി എടുത്ത് നിലത്തേക്കിട്ടു. എന്നിട്ട് അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞു. അപ്പോൾ വേഗം തന്നെ ഗൗരി ഓടിച്ചെന്ന് വാതിൽ ശങ്കർ എന്താ പറ്റിയെന്നാണ് ചോദിച്ചത്. ശങ്കർ ഒന്ന് വാതിൽ തുറക്ക്, ഒന്ന് സംസാരിക്ക് ശങ്കർ വാതിൽ തുറക്ക് എന്ന് പറഞ്ഞ് ഗൗരി ഇങ്ങനെ വാതിലിട്ട് തട്ടുകയാണ്. അപ്പോൾ ശങ്കർ ബായിയുടെ ചെറിയൊരടവായിരുന്നു കേട്ടോ അത്. അപ്പോൾ ശങ്കർ ബായി നേരെ ചെന്നു ഗൗരിയെ ബാത്റൂമിലേക്ക് വലിച്ചു കയറ്റി. ഈ കുട്ടി ശങ്കറിനെ ഒന്ന് കുളിപ്പിച്ച് തരാൻ പറഞ്ഞപ്പോൾ നിനക്ക് പറ്റില്ല അല്ലേ?
കുട്ടിശങ്കരനെ നിനക്കിപ്പം ശരിയാക്കി തരാട്ടോ. ഈ കുട്ടിശങ്കറിൻ്റെ ആഗ്രഹം നീ സാധിച്ചു തരില്ല അല്ലേ? ഞാൻ നിൻ്റെ കെട്ടിയോനാ. എൻ്റെ ശങ്കർ, പ്ലീസ് ശങ്കർ, എൻ്റെ സാരി നനയും. അതെ, രക്ഷയില്ല മോളെ, രക്ഷയില്ല, നീ പെട്ടു എന്ന് പറഞ്ഞ് ഷവർ ഓണാക്കി ഇതേണ്ട പിടിച്ച് നിർത്തുകയാണ് കേട്ടോ. അപ്പം രണ്ടുപേരോട് ഇതേണ്ട ആകെ നനഞ്ഞ് കുളിച്ചു. അപ്പം കുട്ടിശങ്കറിൻ്റെ കൈ പെട്ടാലേ രക്ഷയില്ല. അത് നിനക്കറിഞ്ഞൂടെ പെണ്ണേ, നീൻ്റെ ഒരു കാര്യം. അപ്പം രണ്ടുപേരും ഭയങ്കര റൊമാൻറ്റിക്കായിട്ട് ഭയങ്കര സന്തോഷത്തിലിങ്ങനെ നിൽക്കുകയാണ്. ശംഖുവിൻ്റെ നെഞ്ചിൽ ചാരിക്കിടന്ന് നമ്മുടെ ഗൗരിയും ശംഖുവും കൂടെ അങ്ങനെ റൊമാൻറ്റിക്കായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ശ്യാം സാറിൻ്റെ വീട്ടിലാണ്. അപ്പോൾ ആദർശും വേണി നല്ല ഉറക്കത്തിലാണ്. ഈ സമയത്ത് നമ്മുടെ ആദർശിൻ്റെ ഫോണിലേക്ക് തുരു മെസ്സേജ് വരികയാണ് കേട്ടോ. ആ വേണി കുറേ നേരം ഇതെന്താണാവോ, നമ്മുടെ മത്താപ്പിൻ്റെ ഫോൺ പതിവില്ലാതെ ചലിച്ച് തുടങ്ങിയല്ലോ. ഇതാരാ ഈ പാതിരാത്രി, ആരാ ഈ മെസ്സേജൊക്കെ അയക്കണത്, എന്താണാവോ സംഭവം? അപ്പോൾ വേണിയെ ശ്രദ്ധിച്ചില്ല. വീണ്ടും കിടക്കാൻ തുടങ്ങിയപ്പോൾ വീണ്ടും മെസ്സേജ് വരികയാണ്. ഇനി ഇത് അവളുടെ മെസ്സേജ് ആണെങ്കിലോ? എൻ്റെ ഈശ്വര, വേഗം ആളെ ചാടി അങ്ങ് എണീറ്റിട്ട് അതേ ഫോൺ എടുത്ത് നോക്കണം. അപ്പോൾ അതേണ്ട രഞ്ജുവിൻ്റെ മെസ്സേജ് തന്നെയാണ്, കുറേ മെസ്സേജ്. എൻ്റെ സംശയം ശരിയായിരുന്നു, ഇത് അവളുടെ മെസ്സേജ് തന്നെയാണ്. എൻ്റെ ഈശ്വര, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, എങ്ങനെയാണ് ഞാൻ സഹിക്കാം? അപ്പോൾ വേഗം തന്നെ അത് എടുത്ത് വെച്ച് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ കുറേ കപ്പും ഗ്ലാസ്സും ഒക്കെ പറഞ്ഞാൽ ഇങ്ങനെയാണ്, ഇത് എന്തുട്ടാ സംഭവം? അപ്പോൾ താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ടൈം എന്ന് പറഞ്ഞ് അടിയിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു മനസ്സിലായി, അത് കഴിഞ്ഞ് ബാക്കി എന്തിട്ടാണാവോ എഴുതി വച്ചിരിക്കണത് മനസ്സിലാവുന്നില്ലല്ലോ. എന്തുട്ടാ ഇത്? ഈ VALUBLE ഇതെന്താന്നാ വായിക്കുക? ഇതിനിപ്പോൾ എങ്ങനെയാ? കടുകെട്ടി വാക്കാണല്ലോ എൻ്റെ ഈശ്വര. ഇതിനിപ്പോൾ അർത്ഥമൊന്നും അറിയണേ, എന്താ ചെയ്യുക? എഡ്യൂക്കേഷൻ ഇല്ലാത്തതിൻ്റെ ഓരോ കുഴപ്പങ്ങളെ ഇനി എന്താ ഞാൻ ചെയ്യേണ്ട ഈശ്വര? അപ്പോൾ വേണി ആകെ ദുഃഖിച്ചിരുന്ന സമയത്താണ് അവിടെ ഡിക്ഷണറി ഇരിക്കുന്നത് വേണിയുടെ ശ്രദ്ധയിലേക്ക് പെട്ടത്. അപ്പോൾ ആളുടെ മുഖത്ത് പെട്ടെന്ന് സന്തോഷമായി. ഈ വാക്കിൻ്റെ അർത്ഥം നമ്മൾ കണ്ടുപിടിക്കും, ശരിയാക്കി തരാം. അപ്പോൾ വേഗം തന്നെ വേണി ഫോണൊക്കെ എടുത്ത് നേരെ ബുക്കൊക്കെ എടുത്തു. എന്നിട്ട് ദേണ്ട, ഇതല്ലേ ഇരിക്കണത്, ഈ സാധനം തന്നെ ഇങ്ങോട്ട് വായിങ്ങോട്ട്. ലോകത്തുള്ള എല്ലാ വാക്കിൻ്റെ അർത്ഥവും ഈ തടിയൻ പുസ്തകത്തിലുണ്ടെന്നാണ് ആദർശേട്ടൻ പലപ്പോഴും പറയണമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സംഭവം ഇപ്പം നമുക്ക് ഉപകാരപ്പെട്ടിട്ടാ. അപ്പോൾ വേഗം തന്നെ ഇതേ വാക്കൊക്കെ എടുത്ത് തപ്പി നോക്കുകയാണ്. അപ്പോൾ സംഭവം എന്താണ്? കണ്ടുപിടിച്ചു, ഇത് തന്നെ. വിലപ്പെട്ടാന്നോ? എൻ്റെ ഈശ്വര, ആദർശേട്ടന് എന്ത് വിലപ്പെട്ട സാധനമായിരിക്കും അവൾക്ക് കൊടുത്തിട്ടുണ്ടാവുക? എനിക്ക് ഓർക്കാൻ പറ്റില്ല. എൻ്റെ ദൈവമേ, ഇനി ഞാൻ എന്ത് ചെയ്യും? ഇങ്ങനെല്ലാം കൊടുത്തിട്ടായിരിക്കുമോ പോന്നിരിക്കുക? എൻ്റെ വടക്കുന്നാഥാ, അതിന് മാത്രം വിലപ്പെട്ട എന്തിട്ടായിരിക്കും കയ്യിലുള്ളത്? ഇങ്ങേർക്ക് നല്ല ക്ഷീണമുണ്ടല്ലോ, ഇനി എന്തിട്ടായിരിക്കും അവൾക്ക് കൊടുത്തിട്ടുണ്ടാവുക? എൻ്റെ വടക്കുന്നാഥാ, അതൊന്നും ആയിരിക്കരുതേ. അപ്പോൾ വേണി ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. പാവം വേണിയുടെ അവസ്ഥ. അപ്പോൾ വാല്യുബിൾ മാത്രമേ കണ്ടുള്ളൂ, ടൈം എന്നുള്ളത് ആൾ കണ്ടിട്ടേ ഇല്ല. അത്രയും കണ്ട് നിർത്തി. അപ്പോൾ വേഗം തന്നെ വേണി വന്നു. എന്നിട്ട് ലൈറ്റ് ഇട്ടിട്ട് ഉറങ്ങുന്ന ആദർശിനെ ചാടി എഴുന്നേറ്റ് വിളിക്കുകയാണ് കേട്ടോ, ആക്രോശിച്ച പോലെ. ആദർശേട്ടാ, ഒന്ന് എഴുന്നേറ്റ് ഇങ്ങോട്ട്, എഴുന്നേറ്റ് മത്താപ്പേ എന്ന് പറഞ്ഞു. എന്താ വേണി, നിങ്ങളാദ്യം ഒന്ന് എഴുന്നേറ്റേ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ഈ പാതിരാത്രി നിനക്ക് എന്താ സംസാരിക്കാനുള്ളത്? വിലപ്പെട്ടതൊക്കെ കണ്ടവളുമാർക്ക് കൊടുത്തിട്ട് അങ്ങനെ കിടപ്പ് കണ്ടില്ലേ? ഒന്ന് എഴുന്നേറ്റ് ഇരിക്കുന്ന മനുഷ്യ എന്ന് പറഞ്ഞ് ആദർശിനെ പിടിച്ച് പൊക്കി അവിടെ ഇരുത്തി. എന്നിട്ട് എന്താ വേണി, നിങ്ങളുടെ ഓഫീസിലെ പുതിയൊരു പെൺകുട്ടി വന്നു എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ, അവൾ ശരിക്കും ആരാ? എന്താ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ? പറയാ ആദർശേട്ടാ. വേണി, ഞാനത് പറഞ്ഞതല്ലേ, എൻ്റെ കോളേജിൽ ജൂനിയറായിട്ട് പഠിച്ച പെൺകുട്ടിയാണ് ജയഞ്ജിനി. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞോ, അന്ന് അവളെ പഠിക്കുന്ന സമയത്ത് എനിക്ക് ആ കുട്ടിയെ ഒരു ഓർമ്മയില്ല. സത്യം പറയാലോ, ആ കുട്ടിക്ക് എന്നെ നല്ല ഓർമ്മയുണ്ട്. അതുകൊണ്ടാ. പിന്നെ ക്യാമ്പസിൽ വെച്ച് ഞാൻ ചെയ്ത ഓരോ കാര്യങ്ങളും ആ കുട്ടി ഓർത്തു വച്ചിരിക്കുക. പാവം കുട്ടിയാന്നേ, ആ കുട്ടിയെ കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ. അന്ന് ഞാൻ ഭയങ്കര മാസമായിരുന്നല്ലോ. നിങ്ങൾ മാസല്ല വാഷൗട്ട്. മനുഷ്യ, ഈ കേരളത്തിൽ എന്തോരം ബാങ്കാണ് ഉള്ളത്. എന്നിട്ട് അവിടെ എങ്ങും ജോലിക്ക് പോവാതെ നിങ്ങളുടെ ഈ രഞ്ജിനി ഈ തിരുവനന്തപുരത്ത് നിങ്ങളുടെ ബാങ്കിൽ തന്നെ, അതും നിങ്ങളുടെ ജൂനിയറായിട്ട് തന്നെ കെട്ടിയെടുക്കാൻ എന്താ കാരണം? അത് എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം? അവൾക്ക് ജോലി കൊടുത്ത ബാങ്കിലെ ചെന്ന് ചോദിക്കുക.
ഓഹോ, നിങ്ങൾക്കറിയില്ല അല്ലേ? അറിയില്ലെങ്കിലേ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരാം കേട്ടോ. എൻ്റെ പൊന്നോ, എടോ മനുഷ്യ, അതെ അതൊക്കെ പോട്ടെ. നിങ്ങളോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളുടെ എന്ത് വിലപ്പെട്ട സംഭവമാണ് അവൾക്ക് കൊണ്ട് കൊടുത്തത് എന്ന് ചോദിച്ചു. എൻ്റെ പൊന്നോ, എൻ്റെ പൊന്ന് വേണി, ഞാൻ അവൾക്കൊന്നും കൊടുത്തിട്ടില്ല. നീ എന്തൊക്കെയാ ചോദിക്കുന്നത്? നിനക്ക് ഉറക്കമൊന്നുമില്ലേ? നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഇത് വലിയ ശല്യമായല്ലോ. ആഹാ, നിങ്ങൾക്കപ്പം ഞാൻ വലിയ ശല്യമായില്ലേ? അപ്പോൾ ആദർശ് ഒന്നും മിണ്ടിയില്ല. ആദർശ് ദേഷ്യപ്പെട്ടങ്ങ് കിടക്കുകയാണ്. എന്തൊരു കഷ്ടമാണെന്ന് ചോദിച്ചാലും ആദർശിന് ദേഷ്യം വന്നു. ഇങ്ങേറെ വിലപ്പെട്ട എന്തോ ഒരു സാധനം അവൾക്ക് കൊണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടുപിടിക്കണം. അതിനാണ് അവൾ നന്ദി പറഞ്ഞത്. ശരിയാക്കി തരാം. അപ്പോൾ വേണിക്ക് ഉറക്കവുമില്ല. എൻ്റെ പൊന്നോ, എൻ്റെ മത്താപ്പ് ജോലി ചെയ്യണ ഓഫീസിൽ തന്നെ എന്തിനാണാവോ അവളും ജോലിക്ക് വന്നത്? വേണി, നീ ലൈറ്റ് അണച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക്. അവസാനം വേണിക്ക് വേറെ നിവൃത്തിയൊന്നുമില്ല. ലൈറ്റ് അണച്ചിട്ട് വീണ്ടും ആൾ ഭയങ്കര ചിന്തയിലാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഈ ദുരൂഹതയുടെ ചുരുളഴിക്കാതെ ഇനി ഈ വേണിക്ക് ഉറക്കമില്ല എന്ന് പറഞ്ഞ് വേണി ഇങ്ങനെ കാത്തിരിക്കുകയാണ് ആൾ. അപ്പോൾ മത്താപ്പിനെ ഇടയ്ക്ക് നോക്കും, ആൾ മുഖം വീർപ്പിക്കും, തിരിഞ്ഞിരിക്കും. എന്നാലും വിലപ്പെട്ട സാധനമല്ലേ പോയിരിക്കുന്നത്. അപ്പോൾ അതോർത്താണ് ദുഃഖിച്ചിരിക്കണത്. പിന്നെ കാണുന്നത് ചാരങ്ങാട്ട് വീട്ടിലാണ്. അപ്പോൾ അതേണ്ട ഗൗരിയും നമ്മുടെ അടിമക്കണ്ണും ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ ഭയങ്കര കരച്ചിലാണ്. അപ്പം നമ്മുടെ ഗൗരി ഇങ്ങനെ നിന്ന് ജോലി ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇവർ കരയുന്ന കണ്ടു. അപ്പോൾ ഗൗരിക്ക് ഒരു സംശയം. അപ്പോൾ ഗൗരി നേരെ അടുത്തേക്ക് ചെന്നു. അല്ല, എന്ത് പറ്റി? നിങ്ങൾ എന്തിനാ കരയണത് എന്ന് ചോദിച്ചു. ഒന്നുമില്ല മാഡം എന്ന് പറഞ്ഞു. വെറുതെ എന്ന് പറഞ്ഞു. നിങ്ങൾ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയുക. നിങ്ങളിങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കാതെ. ഇന്ന് എൻ്റെ കെട്ടിയവൻ്റെ സ്കാനിങ്ങിന് കൊണ്ടുപോകേണ്ട ദിവസമായിരുന്നു. എന്നിട്ട് സ്കാനിങ്ങിൻ്റെ പൈസ ഞാൻ നേരത്തെ തന്നെ കൊച്ചമ്മയോട് ചോദിച്ചു വച്ചിരുന്നതാ. ഇന്ന് തരാമെന്നും എന്നോട് പറഞ്ഞിരുന്നതാ. ഇന്ന് പൈസ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസ എടുത്ത് വേറൊരാളെ ഞാൻ സഹായിച്ചു മാഡം. അതുകൊണ്ട് കൊച്ചമ്മ ഇപ്പോൾ പറയുക എനിക്ക് പൈസ തരാൻ പറ്റില്ല എന്നാണ് പറയണത്. ഞാൻ എന്ത് ചെയ്യാനാ മാഡം? നിങ്ങൾ വിഷമിക്കണ്ട. സ്കാനിങ്ങിന് എത്ര രൂപ വേണം? 7000 രൂപയെങ്കിലും ആവും. ആ പണം ഞാൻ തരാം തൽക്കാലം. എനിക്ക് സ്കോളർഷിപ്പ് കിട്ടിയ പൈസ ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല. അത് ആ അക്കൗണ്ടിൽ ഒരു 7000 രൂപ എന്താണെങ്കിലും ഉറപ്പായിട്ട് കാണും. ആ പണം ഞാൻ ഇപ്പം തന്നെ എടുത്തു തരാം മാഡം. സാരമില്ല, അത് അത്യാവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ. തിരിച്ച് തരാൻ പറ്റുമ്പോൾ നിങ്ങൾ എനിക്ക് തിരിച്ചു തന്നാൽ മതി. ഇന്നിനി എന്തായാലും സ്കാനിങ്ങിന് പോകാൻ പറ്റില്ല മാഡം. നാളെ പറ്റുള്ളൂ. എനിക്ക് വൈകുന്നേരം പൈസ എടുത്ത് തന്നാൽ മതി. ആ ശരി, അങ്ങനെ ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് സമാധാനമായില്ലേ? എന്ത് നല്ല മനസ്സാണ് മാഡത്തിൻ്റേത്. ഈ നന്മയൊന്നും ഇവിടെ ആരും തിരിച്ചറിയുന്നില്ലല്ലോ മാഡം. ഒരു നല്ല പ്രവൃത്തി നമ്മൾ ചെയ്യുന്നത് മറ്റുള്ളവരുടെ നമ്മുടെ മനസ്സിന് സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കണം. അല്ലാതെ മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ആവരുത്. മനസ്സിലായി മാഡം? സ്കാനിങ്ങിൻ്റെ പൈസ ഇന്ന് തന്നെ ഞാൻ എത്തിക്കാമെന്ന് ഞാൻ വീട്ടിലേക്കൊന്ന് വിളിച്ച് പറയട്ടെ മാഡം. ശരി എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം തന്നെ അവർ ഫോൺ എടുത്തു. അപ്പോൾ ഫോൺ എടുത്തിട്ട് വിളിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ വീണ്ടും മുഖത്തേക്ക് നോക്കുക. എന്താ, വീട്ടിലേക്ക് വിളിക്കണില്ലേ? അതല്ല മാഡം, എൻ്റെ ഫോണിൽ ബാലൻസ് ഇല്ല. അതുകൊണ്ടാണ്. വീട്ടിലെ എൻ്റെ മോളും അച്ഛനും ഒക്കെ ഞാൻ വിളിക്കുന്നതും പ്രതീക്ഷിച്ചിരിക്കുക. ഞാൻ പുറത്ത് ഏതെങ്കിലും ഒരു ബൂത്തിൽ നിന്ന് വിളിച്ചിട്ട് വരട്ടെ മാഡം. ഫോൺ ചെയ്യാൻ വേണ്ടി ഇനി ബൂത്തിലേക്കൊന്നും പോകണ്ട തൽക്കാലം. എൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചോ എന്ന് പറഞ്ഞു. വൈകിട്ട് തന്നെ പണം എത്തിക്കാമെന്ന് പറഞ്ഞു. അവർക്കൊരാശ്വാസമാവട്ടെ. അപ്പോൾ ഗൗരി ഫോൺ എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ വേഗം തന്നെ ഈ ഫോൺ വാങ്ങി എന്നിട്ട് ഇവർ രാധാമണിയുടെ പണി ഏറ്റെടുക്കുകയാണ്. വേഗം അവിടെ നിന്ന് ഫോൺ എടുത്തു കേട്ടോ. ഹലോ മോളെ അമ്മയെ വിളിക്കണത് എന്ന് പറഞ്ഞു. കേൾക്കണില്ലേ? കേൾക്കാനില്ലേ? എന്നാൽ ഇവിടെ അടുക്കളയിൽ നിന്നിട്ടായിരിക്കും. ഞാൻ ഇച്ചിരി മാറി നിന്നിട്ട് വർത്താനം പറയാം എന്ന് പറഞ്ഞ് ഫോണുമായിട്ട് അപ്പുറത്തേക്ക് പോയി. എന്നിട്ട് വേഗം തന്നെ ഗാലറി എടുത്തു. എന്നിട്ട് ഫോട്ടോസ് നോക്കുകയാണ്. ആ വീഡിയോ എവിടെയാണാവോ? അപ്പോൾ വേഗം വീഡിയോ കണ്ടെത്തി. ദേ കിടക്കുന്നു. വേഗം തന്നെ അത് ഡിലീറ്റ് ആക്കുകയാണ് കേട്ടോ. ഡിലീറ്റ് ആക്കിയിട്ട് എന്നിട്ട് നേരെ ഫോണുമായിട്ട് നേരെ തിരിച്ചങ്ങോട്ടേക്ക് പോയി. അപ്പോൾ ഗൗരിയുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ഫോൺ കൊണ്ടുപോയി തിരിച്ച് കൊടുക്കുകയാണ്. ദാ മാഡം എന്ന് പറഞ്ഞു. ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറഞ്ഞു. ഇപ്പം സമാധാനമായോ? ഇപ്പോഴാണ് മാഡം ശരിക്കും സമാധാനമായത് എന്ന് പറഞ്ഞു. പാവം ഗൗരി ഇതൊന്നും അറിയാതെ ആൾ ഭയങ്കര പണിയിലാണ്. അപ്പോൾ ഇവർ ഭയങ്കര എന്താ പറയുക, നമ്മുടെ രാധാമണിയുടെ വലങ്കയ്യാണ് എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. പിന്നെ കാണുന്നത് നമ്മുടെ ആദർശിനെയും അതുപോലെ തന്നെ രഞ്ജുവിനെയാണ്. അതെ, ലഞ്ച് ബ്രേക്കായി. ഇതൊന്നും അറിയണില്ലേ? ഞാനൊന്നും അറിഞ്ഞില്ല. താൻ കഴിച്ചോ? നാമില്ല, നമുക്ക് ഒരുമിച്ച് കഴിക്കാമെന്ന് കരുതി. പിന്നെ എന്താ
ആ അതൊക്കെ പറയാം, വന്നേ നമുക്ക് കഴിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ആദർശിനെയും കൂട്ടിക്കൊണ്ട് രഞ്ജു പോവാണ് കേട്ടോ. അതെ, ആദർശേട്ടൻ്റെ അപ്പോൾ ആദർശ് ഫുഡ് എടുത്ത് വെച്ചപ്പോഴത്തേനും രഞ്ജു അതങ്ങ് വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ഇത് ഞാനാ ഇന്ന് കഴിക്കണത്. അപ്പം ഞാനോ എന്ന് ചോദിച്ചു. ആദർശേട്ടൻ്റെ അമ്മ ഉണ്ടാക്കിയ ഫുഡേ ഞാൻ കഴിച്ചോളാം. അപ്പം എന്താ ഞാൻ ചെയ്യേണ്ടത് രഞ്ജു എന്ന് ചോദിച്ചു. ദാ എന്ന് പറഞ്ഞ് രഞ്ജു ഒരു പാത്രവും ഇത് സ്പൂണും സഹിതം അങ്ങ് നീക്കി കൊടുക്കുക. എൻ്റെ കൈ കൊണ്ടുണ്ടാക്കിയ ഈ ഫുഡ് ആദർശേട്ടനൊന്ന് കഴിച്ചു നോക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം ആദർശ് സ്വീകരിച്ചു. ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ വേഗം തന്നെ രഞ്ജു കൊണ്ടുവന്ന പാത്രത്തിലൊക്കെ തുറന്ന് നോക്കുകയാണ് കേട്ടോ. ആദർശേട്ടന് വേണ്ടിയിട്ട് ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാട്ടോ. കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം. എനിക്ക് വേണ്ടിയിട്ട് താൻ എന്തിനാണോ ബുദ്ധിമുട്ടിയത്? ഇന്നലെ എനിക്ക് ആദർശേട്ടൻ്റെ ഫുഡ് എനിക്ക് ഷെയർ ചെയ്തില്ലേ? എൻ്റെ ജോലിയിൽ എന്നെ ഹെൽപ്പ് ചെയ്തില്ലേ? അതിൻ്റെ പേരിൽ വൈഫ് ആദർശേട്ടനോട് വഴക്കിട്ടില്ലേ? അത്രയൊക്കെ എനിക്ക് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാൻ തയ്യാറുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരല്പം ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവരുന്നത് എനിക്കൊരു ബുദ്ധിമുട്ടുമല്ല കേട്ടോ ആദർശേട്ടാ. അപ്പോൾ ആദർശ് ഫുഡ് കഴിക്കണം. അല്ല, എങ്ങനെയുണ്ടെന്ന് ആദർശേട്ടൻ പറഞ്ഞില്ല. അപ്പോൾ ആദർശ് ഇങ്ങനെ കുറച്ചേരം മിണ്ടാതെ നിന്നു കേട്ടോ. നന്നായിട്ടില്ല അല്ലേ എന്ന് ചോദിച്ചോ. താൻ കുക്കിംഗ് പൊളിയാണല്ലോടോ എന്ന് ചോദിച്ചു. ശരിക്കും സത്യമായിട്ട് പറയാണോ? കിഡുമായിട്ടുണ്ട്, ഒരു രക്ഷയില്ലടോ, സൂപ്പർ. ആദർശേട്ടനെ ഇഷ്ടപ്പെടുമോയെന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ടായിരുന്നു. എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഫുഡാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. വേറെ ആരും ഉണ്ടാക്കിയാലും എനിക്ക് അത്ര രുചിയൊന്നും തോന്നാറില്ല. പക്ഷേ ഇപ്പം ശരിക്കും താൻ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. അന്യ ടേസ്റ്റ് തന്നെ കേട്ടോടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കഴിച്ചുകൊണ്ട് നിൽക്കുക. അല്ല, താൻ കഴിക്കണില്ലേ? അതെ, അമ്മ ഉണ്ടാക്കി തന്ന ഫുഡ് വേസ്റ്റാക്കാൻ പറ്റില്ല, അത് മുഴുവൻ കഴിക്കണം കേട്ടോ. എന്താ, ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞു. കഴിക്കുമല്ലോ അല്ലേ? ഇനി ഞാനൊരു കാര്യം പറയട്ടെ. ആദർശേട്ടന് 1-2 ദിവസങ്ങളിൽ ഫുഡ് കൊണ്ടുവന്നാൽ മതി. ഇന്ന് കൊണ്ടുവന്നില്ലേ, ഇനിയിപ്പോൾ നാളെ കൊണ്ടുവരണ്ട. നാളെ നമുക്ക് 2 പേർക്കുള്ള ആഹാരം ഞാൻ ഒന്നിച്ചുണ്ടാക്കി കൊണ്ടുവരാം. എന്താ, ഓക്കെ അല്ലേ? പണ്ട് കോളേജിൽ നിന്ന് നമ്മളൊക്കെ ക്യാമ്പിനൊക്കെ പോകുമ്പോൾ ഓരോരുത്തരും വീട്ടിൽ നിന്ന് ആഹാരം കൊണ്ടുവരാറുണ്ടായിരുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു മരച്ചോട്ടിൽ എല്ലാവരുടെ വട്ടം കൂടിയിരുന്ന് ആഹാരം ഷെയർ ചെയ്തിരുന്ന് കഴിക്കും. പെട്ടെന്ന് ഞാൻ അതാ ഓർത്തത് എന്ന് പറഞ്ഞു. ആദർശേട്ടന് ഒരു കാര്യം ശ്രദ്ധിച്ചോ? നമ്മൾ 2 പേരും എപ്പോൾ സംസാരിച്ചാലും ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന കാര്യം നമ്മുടെ ക്യാമ്പസിനെ പറ്റിയായിരിക്കും അല്ലേ? ശരിയാ താൻ പറഞ്ഞത്, അത് തന്നെയാ. ലൈഫിൽ ഏറ്റവും ബ്യൂട്ടിഫുള്ളായ കാലം എന്ന് പറയുന്നത് എങ്ങനെയാണ് മറക്കാൻ പറ്റുക? ആദർശേട്ടൻ അതൊക്കെ മറന്നിരുന്നതാ. ഞാൻ വന്ന ശേഷമാണ് ആദർശേട്ടൻ അതൊക്കെ വീണ്ടും ഓർത്തു തുടങ്ങിയത്. അതല്ലേ കറക്റ്റ്? സത്യം, താൻ പറഞ്ഞത് വളരെ കറക്റ്റാ. ഞാൻ തന്നെ മറന്നുപോയ എന്നെ തന്നെ ഓർമ്മപ്പെടുത്താൻ താൻ തന്നെ വരേണ്ടി വന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് എൻ്റെ നോക്കിയ ആൾ ആസ്വദിച്ചിരുന്ന് ഇങ്ങനെ നോക്കുകയാണ് ആദർശിനെ. അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്ത വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.